പ്രസിദ്ധമായ തൂതപ്പൂരത്തിന് ഇനി വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ബാക്കി. തൂതപ്പൂരത്തിന്റെ ഒരു വിശേഷം എന്ന് പറയുന്നത് എ വിഭാഗവും ബി വിഭാഗവും തമ്മിലുള്ള ഒരു മത്സരമാണ്. മത്സരം കാണുന്നവർക്ക് മാത്രമാണ് കേട്ടോ മത്സരം, കാരണം ഇവർ തമ്മിൽ വല്ല സൗഹൃദത്തിലാണ് അല്ലേ. അപ്പോ എ വിഭാഗത്തിന്റെ ആളുകളാണ് നമുക്കൊപ്പം ഉള്ളത്. എന്തൊക്കെയായി പൂരത്തിന്റെ വിശേഷങ്ങൾ, എത്രത്തോളം എത്തി? പൂരൊക്കെ വളരെ ആവേശമായിട്ടാണ് നമ്മൾ ഈ കുരുത്ത പൂരം എല്ലാ വർഷത്തേക്കായി നമ്മുടെ നോട്ടീസ് പ്രകാശനം കഴിഞ്ഞു. പന്തലേൽപ്പിച്ചു, നാളെ പന്തൽനാട്ടത്തിന്റെ കാലിനാട്ടൽ കർമ്മമാണ്. അതുപോലെ ചമയം ഏൽപ്പിച്ചു, പാറമേക്കാവിന്റെ ചമയാണ്. മേള ഏൽപ്പിച്ചു, കല്ലൂർ ഉണ്ണീഷൻ, അതായത് യുവതലമുറയിലെ മേളാചാര്യൻ കല്ലൂർ ഉണ്ണീഷൻ. പത്രത്തിൽ ഞങ്ങൾ ഈ പൂരത്തെ വളരെ ഇപ്പോൾ നമ്മുടെ ഈ നോട്ടീസ് പ്രകാശന്റെ ഉദ്ഘാടകൻ സംസാരിച്ച പോലെ വളരെ പ്രൗഢഗംഭീരമായ ഈ പാണ്ഡ്യമേളത്തിലൂടെ, അതായത് യുവതലമുറയെ നമ്മുടെ ശുദ്ധകലയായ ശുദ്ധമേളത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു പ്രയത്നം കൂടിയാണ് ഈ ഭാഗം സെൻട്രൽ പൂര കമ്മിറ്റി നടത്തുന്നത്. എനിക്ക് തോന്നുന്നേ ഈ തൂതപ്പൂരം എന്ന് പറയുമ്പോ 15 30 ആനയും പിന്നൊരു ആനയും, അങ്ങനെ ഇത്തവണത്തെ ആനകൾ ഏതൊക്കെയാണ് കൊമ്പന്മാര്? നമ്മുടെ ആന ഈ ഭാഗത്തിന്റെ തടംപിടിക്കുന്ന ആന വളരെ സൗന്ദര്യ, അതായത് ആനച്ചന്തത്തിലെ ഏറ്റവും പ്രഗത്ഭനായ എറണാകുളം ശിവകുമാറാണ് തൂതയ്ക്ക് നമ്മുടെ ഈ വിഭാഗത്തിന്റെ തടംപിടിക്കുന്നത്. കാറൽമണ്ണക്കാരെ സംബന്ധിച്ച് കാറൽമണ്ണ പൂരം, ഇപ്പോൾ അദ്ദേഹം അത് സൂചിപ്പിച്ചു, തൂതപ്പൂരം ആവണമെങ്കിൽ കാറൽമണ്ണ ഈ ഭാഗം പൂരം ചെയ്യും. കാരണം ആ പൂരത്തിന്റെ അടുക്കും ചിട്ടയും ഒത്തൊരുമയും ഒരിക്കൽ പോലും തൂതയിലെ വലിയ വലിയ കൊമ്പന്മാരെ കൊണ്ടുവന്നാൽ പോലും കാറൽമണ്ണയുടെ പൂരത്തിന്റെ ഒത്തൊരുമയും ഭംഗിയും ഒരിക്കലും ഒരു കൊണ്ടു നടത്താൻ സാധിക്കില്ല. തൂതപ്പൂരം കാറൽമണ്ണ എന്ന് പറഞ്ഞാൽ, കാറൽമണ്ണ ഇത്രയും വലിയ ഒരു ജനസാന്ദ്രമായ റോട്ടിലൂടെ ഏതാണ്ട് 4-5 കിലോമീറ്ററോളം ഈ ആനകളായിട്ട് സഞ്ചരിച്ച് തൂതയിലെത്തുമ്പോൾ ഒട്ടനവധി കാണികൾ ഈ പൂരം കാണാൻ പറ്റും. നേരെ മറിച്ച് തൂതക്കിലെ ഈ ഭാഗത്തിന്റെ പൂരം പൊതുസമൂഹത്തിന്, ജനങ്ങൾക്ക്, പൂരപ്രേമികൾക്ക് പറമ്പിൽ വന്ന് മാത്രമേ കാണാൻ പറ്റൂ. പക്ഷെ കാറൽമണ്ണ പൂരം 15 ആന വെച്ച് തൂതയിൽ നിന്ന് ഇറങ്ങുന്ന ഒരു സീന്, അത്തരത്തില് കൊണ്ടുപോകാൻ ഒരിക്കലും തൂതപ്പൂരത്തിന്റെ വിഭാഗത്തിന് കഴിയില്ല. രണ്ടാമത്തെ ഘടകം രണ്ടാമത്തെ ഘടകം ഞങ്ങൾ ആവേശം, ഞങ്ങളുടെ തൂത ബൈറ്റ് ഞങ്ങൾ കണ്ടു. തൂതക്കിലെ പൂരം ഏത് കാലത്തും കാറൽമണ്ണ പൂരത്തിനാണ്, ഞങ്ങളുടെ പൂർവികരായ കാലത്തും കാറൽമണ്ണ പൂരത്തിനാണ് തൂതയിൽ അംഗീകാരം. ആ പൂരത്തിന്റെ ഒരു തനിമയും നഷ്ടപ്പെടാതെ ഈ യുവതലമുറ അത്രയൊക്കെ വിവിധ അഭിപ്രായങ്ങൾ ഞങ്ങളുടെ ഉണ്ടെങ്കിൽ പോലും ഒരൊറ്റ ആനയ്ക്ക് കാറൽമണ്ണ ദേശത്തിന്റെ വിഭാഗത്തിന്റെ ഒറ്റത്തടമ്പിൽ അണിനിരക്കുന്ന പൂരം, അതായത് ലോകത്തെ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ പൂരം, അല്ലെങ്കിൽ ജനങ്ങൾ അംഗീകരിക്കപ്പെടുന്ന നമ്മുടെ സാംസ്കാരിക ലോകത്തെ അല്ലെങ്കിൽ മറ്റേ ഇതിലെ തൃശ്ശൂർ പൂരത്തെ വെസ്റ്റേൺ ആളുകളടക്കം ഉറ്റുനോക്കുന്ന തൃശ്ശൂർ പൂരത്തിന്റെ അതേ രീതിയിൽ കൊണ്ടുപോകാൻ നട്ടലുള്ള ഏക പൂരം ഈ വിഭാഗമാണ്. അപ്പൊ എന്തായാലും വലിയ വാശിയിലാണ്, വലിയ ആവേശത്തിലാണ്. അപ്പൊ ഇത്തവണത്തെ പൂരം എ വിഭാഗം ഇങ്ങോട്ട് കൊണ്ടുപോകും ഉറപ്പാണ്. ഞാൻ കഴിഞ്ഞ തവണ കണ്ടു, നമ്മുടെ കാറൽമണ്ണ സെന്ററിൽ ഒരു വലിയ ആഘോഷം ഉണ്ടായിരുന്നു. ഇത്തവണയുണ്ട്. ഇത്തവണ സൂപ്പർ പന്തലാണ്, അതായത് തൂതയിലെ വെല്ലുന്ന പന്തല അവിടെ ഇടാൻ പോകും. ഇത്തവണ ഒരു സ്പെഷ്യൽ പൂരം തന്നെ അവിടെ ഉണ്ട്, ഒരു ആനപ്പൂരം തന്നെ. രാവിലെ മുതൽ രാവിലെ ഞങ്ങൾ 10 മണിക്ക് കാറൽമണ്ണ തേവരുമ്പുന്നതിന് കോലം വെച്ച് ഇവിടുന്ന് പോകും, മേളത്തോടു കൂടെ പോകും. അവിടെ ഇവിടുന്ന് പഞ്ചാരി തുടങ്ങി പാണ്ടിയോടെ അവിടെ അവസാനം 11 മണിക്ക്. പിന്നെ ഉച്ചയ്ക്ക് വീണ്ടും പൂരം അവിടെ 3 മണിക്ക് തുടങ്ങും. അങ്ങനെ സെൻട്രൽ പൂരം എന്നുള്ളൊരു പൂരം തന്നെ അവിടെ കൂടി നമ്മൾ നടത്തുന്നത് ആ പന്തൽ വെച്ചിട്ട്. അപ്പൊ നമ്മൾ പെട്ടെന്ന് നമ്മുടെ ഈ എ വിഭാഗത്തിന്റെ ആനകളുടെ പേരുകളൊന്ന് പെട്ടെന്ന് പറയാൻ ചില പ്രധാനപ്പെട്ട ആനകൾ. നമ്മുടെ തടമ്പാന എറണാകുളം ശിവകുമാറാണ്. പിന്നെ അമ്പലവട്ടം അമ്പാടി ബാലൻ, പേരൂർ ശിവൻ, വാഴയങ്കടേന്, പാർത്ഥസാരഥി സെൻട്രൽ കമ്മിറ്റി. പിന്നെ എഴുത്തുപുരക്കൽ ഗംഗപ്രസാദ് കരുവാനംകുറിശി, ചെർപ്പളശ്ശേരി അയ്യപ്പൻ ആലുംപാറ, മച്ചാട് ജയറാൻ ആലിപ്പറമ്പ്, കുളക്കാടൻ ഗണപതി നരിപ്പറ്റപ്പടി, ചൈത്രം അച്ചു നടുവട്ടം, ചെർപ്പളശ്ശേരി മണികണ്ഠൻ 29 മൈൽ, നാണൂരത്തിൽ ശങ്കരനാരായണൻ പുളിഞ്ചോട്, പട്ടാമ്പി മണികണ്ഠൻ എടാക്കിൽ, നന്ദലത്ത് ഗോവിന്ദകണ്ണൻ അമ്പലക്കുന്ന്, മനുശ്ശേരി രാജേന്ദ്രൻ കിഴക്കുന്നു. പ്രധാനപ്പെട്ട ആനകൾ. പ്രധാനപ്പെട്ടതെന്നല്ല, ആനയുടെ ഹൈറ്റ് അല്ല, ചന്തത്തിൽ കുറി ഈ ഭാഗത്തിന്റെ എറണാകുളം ശിവകുമാറിനോട് കൂടി കൂട്ടാനായി നിൽക്കുന്ന ആനകളെ ഏറ്റവും ചന്തമുള്ള ആന ഈ ഭാഗത്ത്. പക്ഷേ വിവാദത്തിന് ആളുകൾ പറഞ്ഞറിയോ, തെച്ചിക്കോട്ട് വരുമ്പോ പിന്നെ എല്ലാം മാറി. അതിനെ സംബന്ധിച്ച് ഞാൻ ഒരു കാര്യം, തൂതക്ഷേത്രത്തിന്റെ പരിസരവാസികൾക്ക് തൂതയിലൊരു പൂരം മാത്രമാണ്. ഈ കാറൽമണ്ണ ക്ഷേത്രത്തിന്റെ ഈ കാറൽമണ്ണ ക്ഷേത്രം തൂതക്ഷേത്രം വരെ എടുക്കുന്ന മഹാദേവ ക്ഷേത്രമാണ്. പാലക്കാട് ജില്ലയിലെ ഏറ്റവും വലിയ മഹാദേവ ക്ഷേത്രം കാറൽമണ്ണയാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഈ ക്ഷേത്രത്തിന്റെ വാർഷികാഘോഷം ഒരു വർഷം എടുത്ത കാര്യങ്ങൾ 30 ലക്ഷം രൂപയുടെ മീതമാണ്. ഇതിന് തൊട്ടടുത്ത പരിസര പ്രദേശം കരുവാനംകുറിശി ഏതാണ്ട് 10 ലക്ഷമാണ്. ഇവിടെ ആളുകൾ ഉണ്ടായില്ലേ, 30-40 ലക്ഷമായോ. തൊട്ടടുത്ത ക്ഷേത്രം കാളികടവ് ഏതാണ്ട് ഒരു 10-15 ലക്ഷം രൂപമാണ്. ഒരു 1/2 കോടി രൂപ, 3/4 കോടി രൂപ, അത് ചെപ്പശ്ശേരിയുള്ള മുഴുവൻ പിരിവേരും കാറൽമണ്ണയിൽ വരും. ഒരു 3/4 കോടി രൂപയുടെ ഉത്സവങ്ങൾ നടത്തിയിട്ടാണ് തൂതക്കിലമ്മയുടെ പൂരത്തിനൊരു തരി പോലും ഭംഗികേടില്ലാതെ പൂരം കൊണ്ടുപോകുന്നത്.
ഞങ്ങളെ സംബന്ധിച്ച് അങ്ങനെ ഒരു സ്ഥലം തെച്ചിക്കോടല്ല, തെച്ചിക്കോടിന്റെ വലിയൊരു ആനയാണെങ്കിൽ കാർമണ്ണക്കാർ കൊണ്ടുവരും. പക്ഷെ കാർമണ്ണ ആളുകളുടെ ഒരു ഉദ്ദേശം വലിയ ആനയിലല്ല. തൃശ്ശൂർ പൂരം പേര് കേട്ട പൂരമാണ്. അവിടെ തെച്ചിക്കോടിന് വലിയ പ്രാധാന്യമുണ്ട്, വലിയ ആനയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. അതല്ല, കാർമണ്ണ ശൈലി തൃശ്ശൂർ പൂരത്തിന് കിടപിടിക്കുന്ന രീതിയിൽ ഭംഗിയുള്ള ആനകളെ നിരത്തി ചിട്ടയായ ഒറ്റത്തടമ്പിൽ ഐക്യത്തോടെ പൂരം കൊണ്ട് നടത്തുന്നു. അപ്പൊ ഇന്നലെ ഇത്തവണത്തെ ഈ വെയിലൊക്കെ ഭയങ്കര വെയിലാണ്. അപ്പൊ ഈ ആനകൾക്ക് നിങ്ങൾ അവിടെ സെൻട്രൽ കമ്മിറ്റി പറഞ്ഞിരിക്കുന്ന 5 മണിക്ക് കയറുന്നതാണ്. 5 മണിക്ക് കയറാൻ കഴിയുമോ? ഇല്ല, 5 മണിക്ക് കയറാൻ കഴിയില്ല. ഞങ്ങള് 6 മണിയോട് കൂടിയിട്ട് തന്നെ കയറുള്ളൂ. കാരണം ഈ വെയില് കാരണം പിന്നെ ആനകളെ ആ സമയത്ത് എഴുന്നള്ളിക്കില്ല. ഞങ്ങൾ 4 മണിക്കാണ് ഇവിടുന്ന് എഴുന്നള്ളിക്കുള്ളൂ. അപ്പൊ എന്തായാലും ഈ എ വിഭാഗത്തിന്റെ ആളുകൾ പറയുന്നത് കാണാൻ ഏറ്റവും ഭംഗിയുള്ള ഒരു പൂരം വരുന്നത് അത് എ വിഭാഗത്തിന്റെ ഗജനിര നിരക്കുമ്പോൾ തന്നെയാണ്. അങ്ങനെയല്ലേ? അങ്ങനെയാണെന്നാണ് പറയുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ഇനി വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ബാക്കി. ഈ പൂര മാമാങ്കം, ഈ പൂര ഉത്സവം കാണാൻ വേണ്ടി തത്സമയ സംരക്ഷണവുമായി നമ്മൾ വൺ ന്യൂസിന്റെ എല്ലാവരും രാവിലെ കൃത്യം 8 മണിക്ക് വിവിധ കമ്മിറ്റികൾക്കൊപ്പം ഉണ്ടാകും. രാവിലെ 8 മണി മുതൽ കോഫി വിത്ത് നിഖിൽ ഏറ്റവും ഗംഭീരമായിട്ട് ഓരോ കമ്മിറ്റിക്കാർക്കൊപ്പം ഞങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ ഉച്ചയ്ക്ക് 2 മണി മുതൽ പൂരം വൈഭവമായിട്ട് കുറെ ആൾക്കാരൊക്കെ നമ്മൾ വരുന്നുണ്ട്. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ പറയണത് ഈ പൂരത്തിന് വരുന്ന എല്ലാവർക്കും ഞങ്ങൾ ഇത്തവണ കഴിഞ്ഞ തവണ കൊടുത്ത പോലെ തന്നെ ഇത്തവണയും ഒരു ബിസ്ക്കറ്റ് കൊടുക്കാൻ പോകും. കഴിഞ്ഞ തവണ നമ്മൾ കൊടുത്തു. ഒരു 1000-ൽ പരം ആളുകൾക്ക് കോംപ്ലിമെന്റ് പൂരം കാണുമ്പോൾ മധുരം കഴിച്ച് പൂരം കാണുക. യെസ്, അതാണ്. അപ്പൊ ഇതിൽ നമ്മുടെ എല്ലാ ആളുകളോടും പറയാനുള്ളത്, നമ്മുടെ തൂതപൂരം കഴിഞ്ഞ കൊല്ലം മുതൽ വൺ ന്യൂസ് ഇന്നിക്കിൽ പ്രത്യേകിച്ച് നമ്മുടെ ഈ പൂരത്തെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മീഡിയാസിൽ നല്ല തരത്തിൽ താല്പര്യം വർദ്ധിപ്പിക്കുന്നുണ്ട്. ഈ വർഷവും നമ്മൾ അങ്ങോട്ട് വിളിച്ചിട്ടുള്ള നിഖിൽ വളരെ പോസിറ്റീവായിട്ട് എന്നെ തൂതയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ വൺ ന്യൂസ് നമ്മുടെ ഈ പൂരത്തെ ഏറ്റവും വലിയ തരത്തിൽ എത്തിക്കാനുള്ള നല്ല പ്രവർത്തനം ചെയ്യുന്ന അതിന് വലിയൊരു അഭിനന്ദനം നമ്മുടെ കമ്മിറ്റി കൊടുക്കണം. അതെന്താ പറയുക ചേട്ടാ, അത് ഈ തൂതക്കാർക്ക് പ്രത്യേക ഒരു സ്നേഹം നമ്മളോടുണ്ട്, പ്രത്യേകിച്ച് കാർമണ്ണ പ്രദേശത്തിന്റെ അല്ലല്ല, അതോ നിങ്ങളുടെ ഒപ്പം നിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്തം. അപ്പൊ എന്തായാലും ഈ പൂരം എന്ന് പറയുന്നത് നമ്മളെല്ലാവരുടെ ഉത്സവമാണ്, നമ്മളെല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കേണ്ട ഉത്സവമാണ്. അപ്പൊ എ ആണെങ്കിലും ബി ആണെങ്കിലും സെൻട്രലാണെങ്കിലും ആരാണെങ്കിലും പൂരം ഗംഭീരമായിട്ട് ആസ്വദിക്കുക. വേണ്ടെങ്കിൽ എത്തിച്ച അതിനുള്ള എല്ലാ കോൺഫിഡൻസും ഞങ്ങളുടെ ശരി. അങ്ങനെയാണെങ്കിൽ അങ്ങനെ രാജോട് പറഞ്ഞ പോലെ ഞാൻ പറയുന്നില്ല. അപ്പൊ എന്തായാലും മെയ് 12-ന് കാണാം രാവിലെ കൃത്യം 8 മണിക്ക്. എന്തായാലും പൂരത്തിന്റെ നമുക്ക് സംസാരിക്കാം. വലിയ ഉത്സവമാണ്. അതായത് നമുക്കറിയാം തൂതപ്പുരം എന്ന് പറയുന്നത് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള തൃശ്ശൂർ പൂരം കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ഈ തൃശ്ശൂർ പൂരത്തിനൊക്കെ കൂടുതൽ ആളുകൾ ഇത്തവണ തൂതപ്പുരത്തിനുണ്ടാവും അല്ലേ? നമ്മുടെ പ്രത്യേകിച്ച് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എ ഭാഗത്തിന്റെ ഒറ്റത്തടമ്പിൽ നിർത്തുന്നത് അതെന്താ വെച്ചാൽ നമ്മൾ തൃശ്ശൂർ പൂരത്തിന്റെ അതേ ശൈലിയോട് കൂടി നിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോക്കുന്നത്, ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതേപോലെ ആനകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും മോശമില്ലാത്ത ആന തന്നെയാണ് നമ്മുടെ സെന്ററിൽ വരുന്ന എറണാകുളം ശിവമാർ വരുന്നുണ്ട്. അത് കഴിഞ്ഞാൽ നമ്മുടെ ഊട്ടോളി അനന്ത വരുന്നുണ്ട്, ചൈത്ര അച്ചു വരുന്നുണ്ട്, അതേപോലെ നമ്മുടെ അമ്പാടി ബാലനാനുണ്ട്. അപ്പൊ അങ്ങനെ ഒരുവിധം നല്ല നല്ല ആനകളൊക്കെ ഉണ്ട്. ഒട്ടും മോശം എന്നല്ല, നമ്മളും കടപിടിച്ചുകൊണ്ട് തന്നെ പ്രാവശ്യം ഉണ്ടാവും. ഏകദേശം ഒരു 14 കമ്മിറ്റി ഇല്ലേ ഇവിടെ? 15 കമ്മിറ്റിനെ എങ്ങനെയാണ് ഇത്ര ഐക്യത്തോടെ കൊണ്ടുപോകാൻ കഴിയുന്നത്? അല്ല, എല്ലാവരോടും ഒത്തൊരുമ മാത്രം തന്നെ തന്നെയാണ്. അതെ, എന്ത് കാര്യത്തിന് ഞങ്ങൾ എല്ലാവരും ഒരേപോലെ തന്നെ എപ്പോഴും കൂടെ ഉണ്ടാവും. അപ്പൊ ഇന്നലെ ഇത്തവണത്തെ പൂരം നമ്മൾ ഒരുമിച്ച് അടിച്ചു പൊളിക്കും. അപ്പൊ രാവിലെ എത്ര മണിക്ക് ഇവിടെ ഉത്സവം തുടങ്ങും? ഞങ്ങളൊരു 9:30 മണിക്ക് കൊടുക്കും. നമ്മുടെ ഈ പൂരത്തിന്റെ ആധികാരികമായ ഒരു കുടുംബമാണ്. ഒന്നൊരു ബൈറ്റ് കൊടുക്കും. തീർച്ചയായിട്ടും വരാൻ പറയും. പെട്ടെന്ന് പറയാം. പണ്ട് കാലത്ത് എന്റെ ഒരു ഓർമ്മയില് പണ്ട് അമ്മാവ ഒരു 85-86 സമയത്ത് അന്ന് അവിടെ ഈ ചീരക്കിലെ ഒരു കുഞ്ഞുണ്ണിയേട്ടുണ്ട്. അവരും അമ്മാവിയും കൂടിയാണ് അന്ന് അവരായിരുന്നു അതിന്റെ നടത്തിപ്പ്. എന്താന്ന് വെച്ചാൽ ഇവിടെ അല്ല പറമേക്കാവല്ല, ആന ഏൽപ്പിക്കാൻ മൂപ്പരായിട്ട് എഴുത്തു കൊടുക്കുക. അത് വയ്യാതെ എഴുത്തു കൊടുത്താൽ ആ ആന ഒരു സ്ഥിരമായിട്ട് ഫ്രീ ആയിട്ട് ഇവിടെ എഴുന്നള്ളിച്ചിരുന്നു. അങ്ങനെ ഒരു ആനയായിട്ടാണ് പോയിരുന്നത്. ഇവിടെ കാർമണ്ണയെന്നൊരു എൻ്റെ ഒരു ഓർമ്മയിൽ അതാണ് ഉള്ളത്. പിന്നെ അത് തുടർന്ന് ഇപ്പൊ നല്ല രീതിയിൽ നടക്കുന്നു. അതിന് എല്ലാവിധ അതിന്റെ ഫുൾ ക്രെഡിറ്റ് രാജുവിന്. എന്തായാലും ഒത്തൊരുമോടുകൂടി പോകുന്നതിൽ വളരെ സന്തോഷം. യെസ്, അപ്പൊ എന്തായാലും എല്ലാവരും വലിയ ഹാപ്പിയിലാണ്, വലിയ സന്തോഷത്തിലാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഇനി വെറും വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. അപ്പൊ എന്തായാലും മെയ് 12-ന് രാവിലെ 8 മണിക്ക് പ്രിയ പ്രേക്ഷകർക്കൊപ്പം തത്സമയം കാണാം.
ചെറുപ്പുളശ്ശേരി ഐഡിയൽ ക്യാമ്പസിലെ വിവിധ സ്ഥാപനങ്ങളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അഫിലിയേറ്റഡ് സ്ഥാപനമായ AICTE അംഗീകൃത ഐഡിയൽ ആർട്സ് ആൻഡ് സയൻസിൽ പുതിയ കാലത്ത് ജോലി സാധ്യതയുള്ള ആഡ് ഓൺ കോഴ്സുകളോടെ BA, BSc, BCom, BSW, BCA, BBA തുടങ്ങിയ ഡിഗ്രി പ്രോഗ്രാമുകളിലേക്കും MA ഇംഗ്ലീഷ്, MCom, MSW തുടങ്ങിയ റെഗുലർ BEd ആൻഡ് DEIED ആൻഡ് ITI കോളേജുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഐഡിയൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, ചെറുപ്പുളശ്ശേരി.